രാക്ഷസ രാജാവ് രാവണന്റെയും മണ്ഡോദരിയുടെയും പുത്രനായിരുന്നു മേഘനാഥൻ. ബാല്യത്തിൽ നിന്ന് തന്നെ മേഘനാഥൻ യുദ്ധകലകളിൽ അഭ്യസ്തനായി. വാൾ, അസ്ത്രം, തന്ത്രം, തപസ് എല്ലാത്തിലും ഏറ്റവും മുന്നിലായിരുന്നു അദ്ദേഹം. ഒരിക്കൽ ദേവലോകം ആക്രമിച്ച മേഘനാഥൻ ഇന്ദ്രനെ നേരിട്ട് തോൽപ്പിച്ചു. ദേവന്മാരുടെ രാജാവിനെ സിംഹാസനത്തിൽ നിന്ന് പുറത്താക്കി. ഇന്ദ്രനെ തോൽപ്പിച്ചവൻ ഇനി മുതൽ ഇന്ദ്രജിത്ത് എന്നറിയപ്പെടും. ബ്രഹ്മാവിൻ്റെ ശബ്ദം ആകാശത്തിൽ മുഴങ്ങി. അങ്ങനെ മേഘനാഥൻ ഇന്ദ്രജിത്തായി മാറി. ഇന്ദ്രജിത്തിന്റെ പോരാട്ടവീര്യവും ധൈര്യവും കണ്ട ബ്രഹ്മദേവൻ നിക്കുംഭിലം യജ്ഞം പൂർത്തിയാക്കി യുദ്ധം തുടങ്ങുന്ന ഇന്ദ്രജിത്തിനെ ആർക്കും ജയിക്കാൻ സാധിക്കില്ല എന്ന വരദാനവും അദ്ദേഹത്തിന് നൽകി. രാമരാവണ യുദ്ധത്തിൽ രാമൻ ലങ്കയെ ആക്രമിച്ചു. ഹനുമാന്റെ നേതൃത്വത്തിൽ വാനരസേനയും ലക്ഷ്മണൻ ഉൾപ്പെടെയുള്ള ധീരന്മാരും യുദ്ധമുഖത്ത് എത്തി. അപ്പോഴേക്കും ഇന്ദ്രജിത്ത് യുദ്ധഭൂമിയിൽ ഒരു കാട്ടുതീ പോലെ പടർന്നിരുന്നു. രാമായണം യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ വാനരന്മാരെ നശിപ്പിച്ച യോദ്ധാവ് ഇന്ദ്രജിത്താണ്. യുദ്ധമുഖത്ത് ഇന്ദ്രജിത്ത് നാഗപാശം എന്ന അതിവിശിഷ്ടമായ അസ്ത്രം ഉപയോഗിച്ച് രാമനെയും ലക്ഷ്മണനെയും സർപ്പങ്ങളെ കൊണ്ട് ബന്ധനസ്ഥരാക്കി. ഒടുവിൽ ഗരുഡന്റെ വരവോടെ സർപ്പങ്ങൾ ഇല്ലാതാവുകയും യുദ്ധം വീണ്ടും തുടരുകയും ചെയ്തു. അതിനുശേഷം ഇന്ദ്രജിത്ത് തന്റെ നിക്കുംഭിലം യജ്ഞസ്ഥലത്തേക്ക് പ്രവേശിച്ചു. അവിടെ യജ്ഞം പൂർത്തിയാക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ആർക്കും ജയിക്കാനാവില്ല എന്നത് വിഭീഷണൻ ലക്ഷ്മണനോട് പറഞ്ഞു. ഹനുമാനും ലക്ഷ്മണനും യജ്ഞം മുടക്കാനായി പോയപ്പോൾ അവിടെ കണ്ടത് ആകാശം മുഴുവൻ യജ്ഞശാലയായി മാറിയ ഭയപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു. യജ്ഞപൂർത്തീകരണത്തിന് മുൻപ് ലക്ഷ്മണനും ഇന്ദ്രജിത്തും തമ്മിൽ ഘോര യുദ്ധം നടന്നു. ബ്രഹ്മാസ്ത്രം, മായാസ്ത്രം, ശബ്ദവില്ലുകൾ ഇവയൊക്കെ അവിടെ പ്രയോഗിക്കപ്പെട്ടു. ലക്ഷ്മണൻ തന്റെ അഗ്നിശക്തി നിറഞ്ഞ അസ്ത്രം ആന്തരിക ശ്രദ്ധയോടെ ധർമ്മം നിലനിൽക്കണമെന്ന് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് എയ്തു. അസ്ത്രം ഇന്ദ്രജിത്തിന്റെ ഹൃദയം തകർത്തു. ആകാശം കറുത്തു. ഇന്ദ്രജിത്ത് വീണു. ഇന്ദ്രജിത്ത് വീണപ്പോൾ ലങ്കയും വിറച്ചു. രാമായണത്തിലെ ഏറ്റവും മികച്ച ഒരു ധീരയോദ്ധാവാണ് ഇന്ദ്രജിത്ത്. തന്റെ പിതാവിന് വേണ്ടി ജീവൻ വെടിഞ്ഞ മഹാനായ വീരൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ കൂടി ഞെക്കി പിടിച്ച് നമ്മുടെ കുഞ്ഞു ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക. മറ്റൊരു കുഞ്ഞു കഥയായിട്ട് കാണുന്നതായിരിക്കും. ദിസ് ഈസ് ഡൈറ്റോ മിസ്റ്ററി സൈനിങ് ഓഫ്.